Hey guys, welcome back to the channel, welcome back to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദ ഫേമസ് ഗോൾഡൻ ഷൈൻ ഇഫക്റ്റ് പോർട്രേറ്റ്സിൽ നമുക്ക് എങ്ങനെ സ്നാപ്സീഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഗോൾഡൻ ഷൈൻ ഇഫക്റ്റ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു എഡിറ്റാണ് ഫോട്ടോഷോപ്പിൽ കിട്ടുന്ന നമുക്ക് സെയിം ഫിനിഷിങ് നമുക്ക് എങ്ങനെ സ്നാപ്സീഡിൽ നമുക്ക് അതുപോലെ ഗോൾഡൻ ഷൈൻ ഇതുപോലുള്ള ഗോൾഡൻ ഷൈൻ ഇഫക്റ്റ് എങ്ങനെ സ്നാപ്സീഡ് ചെയ്യാമെന്നോ നമുക്ക് നോക്കാം. ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ സ്കിന്ന് കംപ്ലീറ്റ്ലി കുറച്ച് ഷൈൻ കൊണ്ടുവന്നിട്ട് അത് ഗോൾഡൻ കളർ ആക്കിയിട്ട് ആ എഡിറ്റ് മൊത്തത്തിൽ നമ്മൾ ഒറിജിനൽ ഇമേജിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഐഡിയ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആ പ്രോസസ്സ് നമുക്ക് ക്ലോസ് ആയിട്ട് നോക്കാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജ് നമുക്ക് സൈഡ് ലിറ്റ് ഷോട്ട് ആണെങ്കിൽ ടെക്സ്ചേഴ്സ് നല്ല വിസിബിൾ ആയിരിക്കും. സെപ്പറേറ്റ് ആംഗിളിൽ നിന്ന് ഉള്ള ലൈറ്റിംഗ് ആകുമ്പോഴത്തേനും ഇമേജിന് കുറച്ചും കൂടെ ഡൈമെൻഷൻസ് കിട്ടും. സോ അങ്ങനത്തെ ഇമേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു ഇമേജാണ് ഞാൻ സെലക്ട് ചെയ്തത്. ആദ്യം തന്നെ ഇമേജ് കംപ്ലീറ്റ്ലി ഡീസാച്ചുറേറ്റ് ചെയ്യുക. എന്നിട്ട് സ്കിന്നിൽ, ഹാൻഡ്സിൽ ഒക്കെ നമ്മളത് അപ്ലൈ ചെയ്യുക. ഡീസാച്ചുറേറ്റഡ് പാർട്ട് നമ്മൾ ഗോൾഡൻ ഷൈൻ എവിടെയൊക്കെ കൊണ്ടുവരുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഡീസാച്ചുറേറ്റ് ചെയ്യുക. ഫസ്റ്റിൽ ഡീസാച്ചുറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഷൈൻ ആഡ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഷൈൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലുമിനൻസ് യൂസ് ചെയ്തിട്ടാണ്, നമ്മുടെ കർവ്സില്ല ലുമിനൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഷൈൻ കൊണ്ടുവന്നത്. സോ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ നേരെ കർവ്സ് എടുത്തിട്ട് അതിൽ ലുമിനൻസ് കാണാൻ പറ്റും. അതായത് ഏറ്റവും അറ്റത്തെ ഓപ്ഷനാണ് RGB റെഡ്, ഗ്രീൻ, ബ്ലൂ കഴിഞ്ഞിട്ട് ലുമിനൻസ്. ആ ലുമിനൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പോയിൻറ്റ്സ് ആഡ് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള പാർട്ട് ഇമേജിൽ നല്ല ഹൈ ബ്രൈറ്റ്നസ് പ്യുവർ വൈറ്റ് ആക്കാനാണ് നോക്കുന്നത്. അത് ചെയ്യുമ്പോഴത്തേനും കേർവ്സ് ആയതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അത് ഡാർക്സ് ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൺട്രോൾ പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ്സ്, ഹൈ ലൈറ്റ്സ് നന്നായിട്ട് അപ്പ് ചെയ്യുക, പ്യുവർ വൈറ്റ് ആക്കാൻ നോക്കുക. നമ്മൾ ഇമേജ് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഇമേജിൽ എവിടെയാണ് ബ്രൈറ്റ്നസ് കൂടി വരുന്നത്, ആ സെപ്പറേറ്റ് പോർഷനിൽ മാത്രമായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടി കൊണ്ടുവരിക. എവിടെയെങ്കിലും ക്രഷ് ആവുന്നുണ്ടെങ്കിൽ ബ്ലാക്ക്, അത് തിരിച്ച് നേരെ നമ്മളെ പൊസിഷനിൽ കൊണ്ട് തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷൈൻ ഉടനെ വരുന്നത് കാണാൻ പറ്റും. നമ്മളത് ഓക്കെ കൊടുത്തിട്ട് നമ്മളത് മാസ്ക് ചെയ്ത് ലൈറ്റ് ചെയ്ത് കൊടുക്കുക, പ്രോപ്പറായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന പോലെ സോഫ്റ്റായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക മുകളിൽ കൂടെ. അതിന് നമ്മൾ വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് സ്റ്റാക്ക് ബ്രഷ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മാസ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മോഡലിൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷൻസ് ആദ്യം നമുക്ക് ചെയ്യാം. ഫേസ് എടുത്തിട്ട് ഫേസിൽ നമ്മൾ ആദ്യം നമ്മുടെ മാസ്കിങ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഫേസിൻ്റെ അടുത്ത സൈഡ് നോക്കാം, റൈറ്റ് സൈഡ് ഫ്രം യുവർ ലെഫ്റ്റ്. നമ്മൾ ലുമിനൻസ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പോയിൻറ്റ്സ് ആഡ് ചെയ്തിട്ട് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നോക്കുക. പോയിൻ്റ് ലിഫ്റ്റ് ചെയ്ത് നോക്കുക. ഹൈലൈറ്റ്സിൽ ഏത് പാർട്ടിലാണ് നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് ആ സ്കിന്നിൽ വരുന്നത്, ആ പോർഷൻ നമ്മൾ കൺട്രോൾഡായിട്ട് നല്ല ശ്രദ്ധയോട് കൂടി നമ്മൾ ലിഫ്റ്റ് ചെയ്യുക. നമ്മൾ ഇഷ്ടപ്പെട്ട ആ ലുക്ക് വരുമ്പോൾ, ആ ഷൈൻ കയറി വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. എഡിറ്റ് ഓക്കെ കൊടുത്തിട്ട് നമ്മളത് മാസ്ക് ചെയ്യുക. ഓക്കെ, മാസ്ക് ഇൻ ചെയ്യുക. സോഫ്റ്റായിട്ട് നമുക്ക് മാസ്കിങ് ചെയ്യാം. 25% ഒപ്പാസിറ്റി ഒക്കെ ഇട്ട് മാസ്ക് ചെയ്യാം. ഭയങ്കര ബ്രൈറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കഴുത്തിൻ്റെ ഭാഗവും പിന്നെ കൈയും ഇതേ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഓരോ ലെയറായിട്ട് ചെയ്യണം. ഓക്കെ, ഓരോ ലെയറായിട്ട് കർവ്സ് എടുത്ത്, ലുമിനൻസ് എടുത്ത്, കൺട്രോൾ പോയിൻറ്റ്സ് ആഡ് ചെയ്ത്, ബ്രൈറ്റ്നസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, വൈറ്റ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, ലുമിനൻസിൽ ബ്രൈറ്റ് പാർട്സ്, ക്രഷായി വരുന്ന പാർട്ട് നമ്മൾ പോർഷനിൽ തന്നെ, മിഡിൽ പോർഷനിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള പോർഷനിൽ മാത്രം അത് ഹിറ്റ് ചെയ്ത് കൊടുക്കുക, പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രൊസീജിയർ തന്നെ മുന്നോട്ട് പോവുക. ഏകദേശം ഹാൻഡ്സിലും നെയിൽസിലും ശ്രദ്ധിക്കുക. നെയിൽസ് നല്ല ബ്രൈറ്റ് ആയിരിക്കും, നെയിൽസ് നല്ല വൈറ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. ലാസ്റ്റായിട്ട് ഐസ് ആകുമ്പോഴത്തേനും
ബ്രൈറ്റ് പാർട്ട് ആയിരിക്കില്ല ഇമേജിൻ്റെ. അപ്പോൾ നമ്മൾ ആ കേഴ്സിലെ ലുമിനൻസിൻ്റെ ഏകദേശം മിഡ് ടോൺ ഡാർക്ക് പാർട്ട്, മിഡ് ടോൺസിൻ്റെയും ഡാർക്കിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു പാർട്ടിലായിരിക്കും ഐസിൻ്റെ ബ്രൈറ്റ്നെസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് ആ പോർഷൻ മാത്രം നമ്മൾ ലിഫ്റ്റ് ചെയ്ത് അത് ബ്രൈറ്റ് ആക്കുക, എന്നിട്ട് അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ണിൽ നമുക്ക് ആ സിമിലർ ഷൈൻ വരും. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ കളറാണ്. ഗോൾഡിൻ്റെ കളർ നമുക്ക് കൊണ്ടുവരണം. സോ നമ്മൾ ആ ഗോൾഡിൻ്റെ കളർ എടുക്കാൻ വേണ്ടി നമ്മൾ സെയിം കേഴ്സിൽ തന്നെ പോവുക. റെഡ്സ്, ഗ്രീൻസ്, ബ്ലൂസ് ഉണ്ട്. നമുക്ക് റെഡ്സ് അല്പം ആഡ് ചെയ്ത് നമുക്ക് ബ്ലൂസ് ഫുൾ ഡൗൺ ആക്കുക. അപ്പോൾ ഒരു ഗ്രീനിഷ് യെല്ലോ ആയിരിക്കും വരുന്നത്. ആ ഗ്രീൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ യെല്ലോ കളർ നമുക്ക് അവിടെ വരും. റെഡ്സിൽ നമ്മൾ കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓറഞ്ചിഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോൺ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നോക്കാനുള്ളത് ഗോൾഡൻ ടോൺസ് ആണ്. പ്യുവർ ഗോൾഡ് കളർ നമ്മൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളത് ഓക്കെ കൊടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയാസിൽ നമ്മളത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പോർഷൻസിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഗോൾഡൻ ആയിട്ട് വരും. കംപ്ലീറ്റ്ലി സ്കിന്നും ഐസും ഒക്കെ ഗോൾഡൻ ആയിട്ട് വരും. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഓവറോൾ ഒരു കേഴ്സ് നമ്മൾ കൊടുക്കുക. സ്ലൈറ്റ്ലി ഓവറോൾ കേഴ്സ് ബ്രൈറ്റ് ചെയ്യുക. കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു കേഴ്സ് നമ്മൾ ചെയ്യുക. നമുക്ക് ഇതൊരു ലുക്കായിട്ട് നമുക്ക് സേവ് ചെയ്യാം, ഫുള്ളി ഗോൾഡൻ ആയിട്ട്. ഈ ഒരു ലുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിലെ ഐഷ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട്. ഐഷ ഒരു ക്യാരക്ടറുണ്ട്, ദിസ് ക്യാരക്ടർ, അതുപോലെ നമുക്ക് തോന്നും. നമുക്ക് ഇങ്ങനൊരു ലുക്കായിട്ട് നമുക്ക് സേവ് ചെയ്യാം. അല്ല കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒറിജിനൽ ഇമേജ് നമ്മൾ എടുക്കുക. അതായത് നമ്മൾ എഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഇമേജ് കാണുമല്ലോ. നമ്മൾ ഇത്രയും എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡബിൾ എക്സ്പോഷറിലായിട്ട് ആ ഒറിജിനൽ ഇമേജ് സെലക്ട് ചെയ്യുക. ഒറിജിനൽ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ന്യൂട്രലായിട്ട് തന്നെ വരും ആദ്യം. അത് ഏകദേശം ഒപ്പാസിറ്റി പ്രോപ്പറായിട്ട് വരും. ഡിഫോൾട്ടായിരിക്കും അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് വരുന്നത്. ഈ ഡിഫോൾട്ട് തന്നെ യൂസ് ചെയ്യുക. നമ്മൾ എന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലുക്ക് എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. റിയലിസ്റ്റിക് ചിലർ കുറച്ചും കൂടെ മോർ റിയലിസ്റ്റിക് ആവും. അപ്പോൾ കുറച്ച് നന്നായിട്ട് കുറയ്ക്കുക ഒപ്പാസിറ്റി കൂട്ടുക ഒപ്പാസിറ്റി. അതായത് നമ്മൾ ഒറിജിനൽ ഇമേജാണ് ടോപ്പ് ലെയറിൽ വരുന്നത്. അപ്പോൾ ആ ടോപ്പ് ലെയറിൽ വരുന്ന ഇമേജിൻ്റെ ഒപ്പാസിറ്റി കൂടുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ആ ഷൈൻ ഇഫക്റ്റ് മാത്രം സ്കിന്നിൽ വിസിബിളായിട്ട് വരും. അപ്പം അങ്ങനെയാണ് ഇമേജിൽ ഗോൾഡൻ ഷൈൻ ഇഫക്റ്റ് സ്നാപ്സീഡ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ ഗൈസ്, ഗോൾഡൻ ഷൈൻ ഇഫക്റ്റ്. ഫോട്ടോഷോപ്പിലും സ്നാപ്സീഡിലും സിമിലർ ടൈമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു എഡിറ്റ് ചെയ്യാൻ. ഏകദേശം 18 minutes മാക്സിമം ടൈം എടുത്ത് ചെയ്താൽ അത്രയ്ക്കും പെർഫെക്ഷൻ ആയിരിക്കും എഡിറ്റിനും ആ ഇമേജും കംപ്ലീറ്റ്ലി വരുന്നത്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിലായിരിക്കും. സോ ദിസ് ഈസ് ഇറ്റ് ഗൈസ്, ഗോൾഡൻ ഷൈൻ ഇഫക്റ്റ് ഇൻ അവർ പോർട്രേറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ പറയുക, ഡയറക്റ്റ് DM ചെയ്യുക. ഐ വിൽ ലവ് ടു ഹെൽപ്പ് യു ഗൈസ്. ആൻഡ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക and subscribe if you are first time here. And thank you guys for watching. I'll see you in the next one. Thank you.